ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം തുടങ്ങുമ്പോൾ മുതൽ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. വായിച്ചേ. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിൻ്റെ നടുവിലും സിംഹാസനത്തിൻ്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശം, 2-ാം ജീവി കാളയ്ക്ക് സദൃശം, 3-ാം ജീവി മനുഷ്യനെപ്പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം. ഈ വാക്കുകൾ ഓരോന്നും വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുകയില്ല. കാരണം ഈ ഭൂമിയിൽ നിന്ന് മാറി രംഗം സ്വർഗത്തിലായി. അതുവരെയും അപ്പോസ്തലൻ പത്മോസ് ദ്വീപിലിരിക്കുകയാണ്. പത്മോസ് ദ്വീപിൽ ഒരു ഏകാന്ത തടവ് പോലെ. അവിടെ ഭൂമിയിലെ കാര്യങ്ങളാണ് അതുവരെ നടന്നത്, അതുവരെ കാണുന്നതല്ല. ഇപ്പോൾ രംഗം മാറി, ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോയി, സ്വർഗത്തിലേക്ക് പോയി. സ്വർഗം തുറന്നു. പ്രാർത്ഥിക്കുന്ന ദൈവദാസന് വേണ്ടി സ്വർഗം തുറന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങളത് മനസ്സിലാക്കണം. സ്വർഗം തുറക്കും. നാം ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഹൃദയം നൊന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം തുറക്കും. ദൈവത്തിന് സ്തോത്രം. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോസ്തലനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, ആത്മാവ് എടുത്തുകൊണ്ട് പോവുകയാണ്. നാം തിരുവചനം വായിക്കുമ്പോൾ കാണാം, എസ്കേൽ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ നദീതീരത്തിരിക്കുന്ന പ്രവാചകൻ അദ്ദേഹത്തെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി, സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി. പിന്നീട് സ്വർഗത്തിലിരുന്നുകൊണ്ട് ഭൂമിയിലെ ചില കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. യെരൂശലേം ദേവാലയത്തിൻ്റെ അകത്ത് നടക്കുന്ന മ്ലേച്ഛതകൾ കാണിച്ചു കൊടുത്തു. ദേവാലയമാണ് യെരൂശലേം ദേവാലയം, യഹൂദൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അവരുടെ ആരാധനാ കേന്ദ്രമാണ്. പക്ഷേ അവിടെ നടക്കുന്ന അശുദ്ധിയും മ്ലേച്ഛതയും പ്രവാചകനെ ദൈവം കാണിച്ചു കൊടുത്തു. യെരൂശലേം ദേവാലയത്തിനുള്ളിലത് പ്രവാചകൻ അതെല്ലാം കാണുകയാണ്. യെരൂശലേമിൽ നിന്നുകൊണ്ട് ആ പ്രവാചകൻ കാണുന്നത് അങ്ങ് മുകളിലേക്ക് പോയിട്ടാണ്. മുകളിൽ നിന്നുകൊണ്ട് സ്വർഗത്തിൽ നോക്കി കാണുകയാണ്. മുകളിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ ഈ കാഴ്ചകൾ കാണുന്നത്. തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ ദൈവം ചിലപ്പോൾ ആത്മാവിൽ എടുത്തുകൊണ്ട് പോകും. ദൈവം ആത്മാവിൽ നമ്മെ എടുത്തുകൊണ്ട് പോയിട്ട് ഉയർന്ന തലങ്ങളിലൂടെ നമ്മെ സഞ്ചരിപ്പിക്കും. ഉയർന്ന തലങ്ങളിലൂടെ നമ്മളെ നയിക്കും. എന്തിന്? ഒരു ഉദ്ദേശമുണ്ട്. അത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുവാനും മനുഷ്യർക്ക് അറിവില്ലാത്തതായ സ്വർഗീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാനും ദൈവം തൻ്റെ മക്കളെ അങ്ങനെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തണച്ച് അവർക്ക് സ്വർഗീയ ദർശനങ്ങൾ കൊടുക്കും. സാധു സുന്ദർ സിംഗ് ഈ 20-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നൊരു ഭക്തനായ വിശ്വാസിയാണ്. 20-ാം നൂറ്റാണ്ടിൽ 1935-36 ആ വർഷങ്ങളിൽ സാധു സുന്ദർ സിംഗ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അന്ന് പഞ്ചാബിലെ സിഖ് ബ്രാഹ്മണ യുവാവ് വിശ്വാസിയായി തീർന്നതിന് ശേഷം സാധു സുന്ദർ സിംഗ് എന്ന പേരിൽ ഈ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചു. ടിബറ്റിലും നേപ്പാളിലുമൊക്കെ പോയി, വിദേശ രാജ്യങ്ങളിലും പോയി. സുന്ദർ സിംഗിന് പലപ്പോഴും ഈ ആത്മവിവശത വരാറുണ്ട്. ആത്മാവിൻ്റെ വിവശത വരും, ആത്മാവിൻ്റെ നിറവ് വരും. ആത്മാവിൻ്റെ ആ നിറവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി വരുമ്പോൾ സുന്ദർ സിംഗിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എടുത്തുകൊണ്ട് പോകും. ആ ശരീരം ഇരിക്കും, പക്ഷേ ആത്മാവിൽ അങ്ങ് ഉയരത്തിലേക്ക് കൊണ്ടുപോകും. അനേകം ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു, ആത്മലോകത്തെ ദർശനങ്ങൾ കാണിച്ചു കൊടുത്തു. സുന്ദർ സിംഗിൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞൊരു പുസ്തകം, ചെറിയൊരു പുസ്തകമാണ്. അത് മലയാളത്തിലുണ്ട്. ആധ്യാത്മിക ലോകം, ദ സ്പിരിച്വൽ വേൾഡ്.
ആ പുസ്തകം ഒന്ന് വായിക്കുന്ന നല്ലതായിരിക്കും. വിത്ത് ആൻഡ് വിതൗട്ട് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു പുസ്തകമുണ്ട്. ക്രിസ്തു സഹിതരും ക്രിസ്തു രഹിതരും, വിത്ത് ആൻഡ് വിതൗട്ട് ക്രൈസ്റ്റ്. ഈ പുസ്തകങ്ങൾ അതിൽ കൂടിയെല്ലാം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സുന്ദരസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ധാരാളം വായിക്കുന്നവരായിരിക്കണം. സമയം കളയരുത്, ഒരു മിനിറ്റ് പോലും കളയരുത്. പ്രയോജനമുള്ളത് വായിക്കുന്നവരായിരിക്കണം. അത് ചപ്പിയോർ വായിക്കരുത്. ചപ്പിയോർ എന്ന് പറഞ്ഞാൽ ഇത് പല ചില പൊട്ടക്കഥകളും മറ്റുള്ള ഒന്നും വായിച്ച് നമ്മുടെ സമയം കളയരുത്. പ്രയോജനരഹിതമായ കാര്യങ്ങൾ വായിച്ച് സമയം കളയരുത്. നമുക്ക് വിജ്ഞാനം ലഭിക്കാവുന്നതും നമുക്ക് ആത്മാവിൽ അനുഗ്രഹം ലഭിക്കാവുന്നതുമായ പുസ്തകങ്ങൾ ധാരാളം വായിക്കുന്നത് നല്ലതാണ്. ധാരാളം. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ചെയ്യുന്നത് വേറൊരു രസകരമായ കാര്യമാണ്. ഒരു പുസ്തകം വായിച്ച് അല്പം കഴിയുമ്പോഴൊരു ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ പിന്നെ ഞാൻ ആ പുസ്തകം ഇവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ട് വേറൊരു പുസ്തകം എടുക്കും. അത് കുറച്ച് വായിച്ചിട്ട് പിന്നെ വീണ്ടും ഇത് തന്നെ എടുക്കും. എന്ന് വെച്ചാൽ ഒരു ചേഞ്ച് ഓഫ് വർക്ക്. നമ്മുടെ ജോലിയിലൊരു ചേഞ്ച് കിട്ടുന്നത് ലിഷറാണ്. ചേഞ്ച് ഓഫ് വർക്ക് ഈസ് ലിഷർ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു തരാം. കുട്ടികൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ച് പഠിച്ചു, കുറേ പഠിച്ച് കഴിയുമ്പോഴേക്കും മുഷിഞ്ഞു. നിങ്ങൾ കാര്യം ചെയ്യണം, നിങ്ങൾ കുറച്ച് നേരം കണക്ക് ചെയ്യണം. അപ്പോൾ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ ചേഞ്ച് ഓഫ് വർക്ക് ഈസ് ലിഷർ, അത് ലിഷറാണ്. നിങ്ങൾക്ക് വീണ്ടും വേറെ ഏതെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പിന്നെ വീണ്ടും ഇത് ആദ്യം ഇംഗ്ലീഷ് ബുക്കിലേക്ക് വരണം. ഇങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മിനിറ്റ് കളയാതെ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. ഇനി പറയുന്നത് പിള്ളേർക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കണം. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അലസരായിരിക്കരുത്. അലസത പാടില്ല. ജീവിതത്തിൽ എങ്ങനെയും എനിക്ക് പഠിക്കണമെന്നും എനിക്ക് ഉയരണമെന്നും എനിക്ക് ആത്മാവിൽ നിറയണമെന്നും ആത്മാവിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നും ആഗ്രഹം വരുമ്പോൾ അതിനുള്ളതായ സാഹചര്യം എല്ലാം കർത്താവ് ഒരുക്കി തരും. ദൈവത്തിന് സ്തോത്രം. യേസ്കേൽ പ്രവാചകൻ സ്വർഗീയ ദർശനങ്ങൾ കണ്ടു. ഇവിടെ നാം കാണുന്ന യോഹന്നാൻ ശ്ലീഹ പത്മോസ് ദ്വീപിൽ ഏകാഗിയായി നാടുകടത്തപ്പെട്ട് കിടക്കുമ്പോൾ അന്ന് സ്വർഗീയ ദർശനങ്ങൾ കണ്ടു. 4-ാം അധ്യായം തുടങ്ങുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. ഒന്ന് വായിച്ചേ. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വാതിൽ, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു. വിശ്വാസിക്ക് വേണ്ടി സ്വർഗവാതിൽ തുറന്നിരിക്കുന്നു. ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഇവിടെ കയറി വരിക എന്ന് കൽപ്പിച്ചു. കാഹളനാദത്തിനൊത്ത ഗംഭീരമായൊരു ശബ്ദമാണ് ഞാൻ മുഴങ്ങിക്കേട്ടത്. ഇവിടെ കയറി വരിക, മുകളിലേക്ക് വിളിക്കുകയാണ്. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മേലാൽ സംഭവിക്കാനുള്ളത്, ഇനിയും എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്, ഈ ലോകത്ത് എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്, എല്ലാം കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. AD 1-ാം നൂറ്റാണ്ട് അതിൻ്റെ അവസാന സമയത്ത് അന്ന് അപ്പോസ്തലനായ യോഹന്നാൻ കണ്ട കാര്യങ്ങൾ ചിലതെല്ലാം ഇന്നും നിറവേറി കഴിഞ്ഞിട്ടില്ല, ഇനിയും നിറവേറാനുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരുടെ രൂപാന്തരം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ദുഷ്ടന്മാർ ആർക്കും പുനരുദ്ധാനം ലഭിക്കാതെ അവരെല്ലാം കലറകളിൽ തന്നെ കിടക്കുന്നത്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അതിനുശേഷം പിന്നീട് അന്തിക്രിസ്തുവിൻ്റെ ആൻറ്റി ക്രൈസ്റ്റ് എതിർക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ കാണാം. വെളിപ്പാട് പുസ്തകത്തിൽ 13-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, ഒരു ഭീകരജീവിയായിട്ടാണ് അന്തിക്രിസ്തുവിനെ കാണിക്കുന്നത്. എതിർക്രിസ്തു അതാണ് ശരിയായ വാക്ക്. അന്തിക്രിസ്തു എന്നുള്ള വാക്കല്ല ശരിയായത്. ആൻറ്റി ക്രൈസ്റ്റ്, അത് എതിർക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പിന്നീട് അങ്ങ് വരുമ്പോഴേക്കും 1000 ആണ്ട് വാഴ്ച, സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത് മില്ലിനിയം, സഹസ്രാബ്ദ വാഴ്ച. കർത്താവിൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ ഘട്ടം, പരിശുദ്ധന്മാരുടെ അകമ്പടിയോടുകൂടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആദ്യത്തെ ഘട്ടം മധ്യാകാശം വരെ മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് രണ്ടാമത്തെ ഘട്ടം കർത്താവ് പരിശുദ്ധന്മാരോടുകൂടി സ്വർഗീയ സേനകളോടുകൂടി വാനദൂത വൃന്ദത്തോടുകൂടി കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കർത്താവിൻ്റെ കാല് ഒലിവ് മലയിൽ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, എല്ലാം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ചിലതെല്ലാം നടന്നു കഴിഞ്ഞു, ഇനിയും നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. 1967 ദ 6 ഡേ വാർ, 6 ദിവസത്തെ യുദ്ധം, അറബികൾ ഇസ്രായേലിനോട് പോരാടിയ യുദ്ധം.
നമ്മുടെ ഈ കൊച്ചു കേരളത്തോളം കഷ്ടിച്ചില്ലാത്ത ഇസ്രായേൽ രാഷ്ട്രത്തെ തൂത്തുകളയാനായിട്ട് ബഹുലമായ അറബി സൈന്യം പരിശ്രമിച്ചതൊക്കെ ചരിത്രത്തിലുള്ള വസ്തുതയാണ്. 1967 ദ 6 ഡേ വാർ, 6 ദിവസത്തെ യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ നോക്കണം, ആ യുദ്ധം കഴിഞ്ഞപ്പോൾ യെരൂസലേം, അതുവരെ അറബികളുടെ കയ്യിലിരുന്ന് യെരൂസലേം ഭാഗികമായി യഹൂദന് സ്വന്തമായി കിട്ടിക്കഴിഞ്ഞു. വേദപുസ്തകം പറയുന്നു യെരൂസലേം യഥാസ്ഥാനപ്പെടും. യെരൂസലേം ഏറെക്കാലം അനാഥമായി കിടന്നാലും യെരൂസലേം യഥാസ്ഥാനപ്പെടുകയും യെരൂസലേമിൽ സ്വർഗീയ സിംഹാസനം സ്ഥാപിക്കുകയും ചെയ്യും. ഇത് വേദപുസ്തകം പറയുന്നു. ഞാൻ ഓർക്കുന്നു 1953-54 കാലങ്ങളിലാണ് ഞാൻ അതിനെക്കുറിച്ച് പ്രവചനം വായിച്ചത്, യെരൂസലേമിൻ്റെ കാര്യം. പക്ഷേ അന്ന് അത് വായിച്ചത് പിന്നീട് 1967 6 ദിവസത്തെ യുദ്ധം കഴിഞ്ഞ് യെരൂസലേമിലെ യഹൂദന് അവകാശം കിട്ടിയെന്ന് വന്നപ്പോഴേക്കും ഞാൻ ഓർത്തു, എത്ര കൃത്യമായിട്ട് നടന്നിരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, അത് കാര്യങ്ങൾ അതുപോലെ നടന്നിരിക്കുന്നു. നോക്കൂ, യെരൂസലേം ജാതികൾ ചവിട്ടും, ജാതികൾ യെരൂസലേം നശിപ്പിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് ആ യെരൂസലേം യഥാസ്ഥാനപ്പെടുമെന്നും യെരൂസലേമിൽ രാജസിംഹാസനം സ്ഥാപിക്കുമെന്നും എല്ലാം പറഞ്ഞ് യഹൂദൻ്റെ കയ്യിൽ തന്നെയാകുമെന്നും അവിടെ യഹൂദൻ ദേവാലയം പണിയുമെന്നും എല്ലാം വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അക്ഷരീയമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ഇസ്രായേൽ ഒരു മഹാരാഷ്ട്രമായി തീർന്നിരിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലോകമഹായുദ്ധങ്ങൾ പോലും യഹൂദനെ കേന്ദ്രീകരിച്ചാണ്. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് യഹൂദൻ നാനാദേശങ്ങളിൽ നിന്ന് ചെതറിപ്പോയിരുന്ന യഹൂദനെല്ലാം വന്നു ഇസ്രായേലിലും തമ്പടിച്ചു. അതിന് കാരണമായി തീർന്നു 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞ്. 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടു. നോക്കൂ, എന്തൊരു അത്ഭുതം! ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതുപോലെ ഓരോന്നോരോന്ന് കാണുമ്പോഴാണെന്ന് അത്ഭുതപ്പെടുന്നത്. ഇതിൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നടന്നിരിക്കുന്നല്ലോ ഇന്ന്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളെല്ലാം അക്ഷരീകമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചൊക്കെ ഇനി പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം അക്ഷരീകമായി നിറവേറി വരികയാണ്. ഓരോ ലക്ഷണങ്ങൾ നിറവേറി വരികയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വേദപുസ്തകം നിങ്ങൾ വായിക്കുന്നത് ഭയത്തോടും വിറയലോടും കൂടി വേണം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനമാണ്. ദ ഡിവൈൻ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം. ആ വചനം അത് നിങ്ങൾ ഭക്ഷിക്കണം, തേൻ കുടിക്കുന്നത് പോലെ കുടിക്കണം, നിങ്ങൾ മന്ന ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കണം. ഇത് വചനം തേനിലും തേനക്കെട്ടിലും മധുരമായ വചനം. ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. ദൈവമേ, എന്തെല്ലാമാണ് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്! നമുക്ക് മനസ്സിലാക്കാത്തവരെ എന്തെല്ലാമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ വേദപുസ്തകം ഉണ്ടല്ലോ, ഈ 66 പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങൾ ഇത് എഴുതി ഉണ്ടാക്കിയത് തന്നെ എന്തൊരത്ഭുതം! 40-ലേറെ എഴുത്തുകാർ 1500-ലേറെ വർഷങ്ങളുടെ വ്യത്യാസത്തിനിടയ്ക്ക് എഴുതിയ ഈ വേദപുസ്തകം, അത് പല പുസ്തകങ്ങൾ, ഈ 66 പുസ്തകങ്ങളും അത് എഴുതി നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നു. നമുക്ക് തോന്നുന്നു ഇത് അച്ചടിച്ച് കിട്ടി എളുപ്പമാണുള്ളത് വിചാരിക്കും. പക്ഷേ അത് എത്രയോ പേര് ദിനരാത്രങ്ങളിരുന്ന് എഴുതി ഉണ്ടാക്കിയതാണതല്ല. ഈ തുകൽച്ചുരുളുകളിൽ നിന്നും ഓലക്കീറുകളിൽ നിന്നും അതെല്ലാം എഴുതി വെച്ചത്, എഴുതി അക്ഷരങ്ങളായിട്ട് എഴുതി അങ്ങനെ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നതിന് എത്ര താമസം വന്നു അറിയാമോ? ജർമ്മനിയിലെ ഗുണ്ടർട്ട് എന്ന് പറയുന്ന ഒരു മഹാനായ സാഹിത്യകാരൻ തന്നെ പറയാം, ഭാഷാശാസ്ത്രജ്ഞൻ. അദ്ദേഹം വേദപുസ്തകം അത് ഇന്ത്യയിലെ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പരിശ്രമമുണ്ട് നമ്മുടെ മലയാളം വേദപുസ്തകം വന്നതിന്. നമ്മുടെ മലയാളികളോ ഇന്ത്യയിലുള്ളവരാരുമല്ല, ഗുണ്ടർട്ട് സാഹിബ് വന്നിട്ട് വേണം ഒന്ന് നമുക്ക് ഈ വേദപുസ്തകം കിട്ടാൻ. അത്രമാത്രം ഈ വേദപുസ്തകം കഠിനമായ യാതനകളിൽ കൂടി കടന്നു വന്ന പുസ്തകമാണ്. നശിപ്പിക്കാൻ പലരും നോക്കി, വേദപുസ്തകം നശിപ്പിക്കാൻ നോക്കി, സുവിശേഷം നശിപ്പിക്കാൻ നോക്കി, പക്ഷേ ഇതൊന്നും നശിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നതും കണ്ടു. ആത്മവിവശത വരുമ്പോഴാണ് സ്വർഗീയ സിംഹാസനം കാണാൻ പറ്റുകയുള്ളൂ. ആത്മാവിൻ്റെ വിവശതയുണ്ട്. അത് ഞാൻ ആത്മാവിൻ്റെ വിവശതയെക്കുറിച്ച് 1-ാം അധ്യായത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമായിരിക്കും. ആത്മാവിൻ്റെ വിവശതയുണ്ട്. എപ്പോഴും കിട്ടുകയില്ല. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിൻ്റെ ഒരു പ്രത്യേക അഭിഷിക്ത അനുഭവമാണ്. ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്ന അനുഭവമാണ് ആത്മാവിൻ്റെ വിവശത എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നിറവ്.
അന്നേരം ഈ ശരീരത്തിന് ഒരു വിവശത വന്നു പോവുകയാണ്. വേറൊരു ലോകത്തേക്ക് ആളങ്ങ് മാറിപ്പോവുകയാണ്, വേറെ ലോകത്ത് എത്തിച്ചേരുകയാണ്. ആത്മവിവശത വന്നു. അവിടെ സിംഹാസനം കണ്ടു, സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. കാഴ്ച ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. വളരെ ശോഭായമാനമായ അത്യന്തം തേജോമയമായ ഒരാളെയാണ് കണ്ടത്. അത്ര തേജസ്, മഹത്വപൂർണമായ തേജസ്, ഗ്ലോറിയസ് പ്രസൻസ്, ദൈവത്തിൻ്റെ മഹത്വപൂർണമായ സാന്നിധ്യം. കാഴ്ചയ്ക്ക് സൂര്യാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായ ഒരു പച്ചവില്ല്. യോനസ് ഇതെല്ലാം കണ്ട് ഇപ്പോൾ ഭൂമിയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വർണ്ണിക്കുന്നു. പക്ഷേ ഇതൊന്നും കാണുന്നത്, അത് ഭൂമിയിൽ വർണ്ണിച്ച് കേൾപ്പിക്കാൻ പറ്റിയ ഭാഷ ഇന്ന് ഭൂമിയിലില്ല. വേദപുസ്തകം പറയുന്നത് ഈ സ്വർഗീയ കാര്യങ്ങൾ പറയാനുള്ളതായ ഭാഷ ഇന്ന് ലോകത്തില്ല. സ്വർഗീയ കാര്യങ്ങൾ ദർശിച്ചാൽ മനുഷ്യൻ്റെ ഭാഷ കൊണ്ട് വിവരിച്ചാൽ മതിയാവില്ല. അത്രമാത്രം നമുക്ക് നിർണ്ണയിക്കാൻ വയ്യാത്തതായ അത്ഭുതകരമായ ചില കാഴ്ചകളാണ് കാണുന്നത്. അത്ഭുതകരമായ കാര്യങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം സിംഹാസനത്തിലിരിക്കുന്നത് കാണുന്നു. സിംഹാസനത്തിൻ്റെ ചുറ്റും മനോഹരമായൊരു മഴവില്ല് കാണുന്നു. എസ്കേലും മഴവില്ല് കണ്ടു. അത് നമ്മുടെ ഒരു പ്രസംഗത്തിൽ ഉണ്ടായിരുന്നല്ലോ, എസ്കേൽ മഴവില്ല് കണ്ടു. മഴവില്ല് കാണുന്നത് ശിക്ഷാവിധി ഒഴിവാകുന്നതിൻ്റെ ലക്ഷണമാണ്. ശിക്ഷാവിധി ഒഴിവാകുന്നു, അത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ്. മഴവില്ല് തേജോമയനായ നിത്യനായ ദൈവം ശിക്ഷ മാറ്റിക്കളയുന്നവനാണ് എന്നൊരു സൂചന. മഴവില്ല് കണ്ടു. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം. 24 സിംഹാസനം. അതെന്താണത്? 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരും എന്നാണ് ഒരു വ്യാഖ്യാനം. വ്യാഖ്യാനം പലതുണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാര്യത്തിൽ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ചിന്തകന്മാർ, വേദപുസ്തക പഠിതാക്കൾ പലരും പല രീതിയിൽ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ ഇതൊക്കെ ഒരു കുറഞ്ഞതൊരു 6 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണുകയുണ്ടായി. ഞാനതിൽ സ്വീകാര്യമായത് എടുത്തുകൂടെ പറയുന്നു മാത്രമേ ഉള്ളൂ. 24 സിംഹാസനം എന്ന് പറയുന്നത് 12 അപ്പോസ്തലന്മാരും 12 ഗോത്രപിതാക്കന്മാരും, യാക്കോബിൻ്റെ മക്കൾ 12 പേര്. അങ്ങനെയുള്ള 24 സിംഹാസനം അതിലിരിക്കുന്നത് കണ്ടു. പിന്നെ വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാർ. വെള്ളയുടുപ്പ് ധരിച്ചാണ്, ശുഭ്രത, തിളങ്ങുന്ന വെള്ള വസ്ത്രം, ധവളിമ, ശുഭ്രത എന്നൊക്കെ പറയും. എന്താണത്? അഴുക്കില്ല, അശുദ്ധിയില്ല, കറയില്ല, ഒരു കാര്യത്തിൽ ഒരു ചെളിയുടെ ലേശം പോലും ഇല്ലാത്ത വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് തേജസ്സണിയുന്ന 24 മൂപ്പന്മാർ അവിടെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ അവരുടെ തലയിൽ പൊൻകിരീടം. തലയിൽ പൊൻകിരീടം, കിരീടം ധരിച്ചിരിക്കുന്നു. കിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കിരീടത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ അറിയാമല്ലോ. വാടാത്ത കിരീടം, നീതിയും കിരീടം, പ്രശംസാ കിരീടം എന്നിങ്ങനെയുള്ള പല കിരീടങ്ങളെക്കുറിച്ച് ഇതിന് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പറയുന്ന 24 മൂപ്പന്മാരുടെ തലയിലുള്ള കിരീടം എന്ന് പറയുന്നത് നമ്മുടെ സഭയുടെ പിതാക്കന്മാർ അത് പറഞ്ഞിരിക്കുന്നത് യജമാനൻ വരും എന്നുള്ള ഗീതത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, യജമാനൻ വരും, കർത്താവായ യേശു വീണ്ടും വരും. അവൻ വരുമ്പോൾ തൻ്റെ മുന്തിരിത്തോപ്പിൽ പണി ചെയ്യുന്നതായി കാണുന്ന ദാസന്മാരത്തെ ധന്യന്മാർ, അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. യജമാനായ യേശു വീണ്ടും വരും. അപ്പോൾ അവിടുത്തെ മുന്തിരിത്തോപ്പിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സഭയിൽ, അവിടുത്തെ ഈ ഭൂമിയിൽ ചെയ്യാവുന്ന വേല ചെയ്യുന്ന സഭയിൽ വേല ചെയ്യുന്ന, വിശ്വസ്തയോടെ വേല ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന കിരീടം, അവരെ പിതാവായ ദൈവത്തിൻ്റെ തിരുമേശയെങ്കിലേക്ക് ആനയിച്ചിരുത്തും. അവർക്ക് പുത്തമ്പുരാൻ പരികർമ്മിച്ചാൽ ശുശ്രൂഷിക്കും. റൂഹുദിശാപാർക്കലീത്ത പരിശുദ്ധാത്മാവ്, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് കിരീടം അടഞ്ഞ് അവിടെ തലയിൽ ചൂടിക്കും. 24 മൂപ്പന്മാർ അവർ കിരീടം അണിഞ്ഞിരിക്കുന്നു. വിശുദ്ധന്മാർ, കർത്താവിൻ്റെ വേലയിൽ വിശ്വസ്തരായി എന്ന് പ്രവർത്തിക്കുന്നവർ, അവർ കിരീടം ധരിച്ച് പൊൻകിരീടം ധരിച്ചിരിക്കുന്നു. അത് പറഞ്ഞത് അവരുടെ തലയിൽ പൊൻകിരീടം. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. എപ്പോഴും വലിയ ഉയർന്ന ശബ്ദം പുറപ്പെടുന്നു, ഇടിമുഴക്കം പുറപ്പെടുന്നു. മോശ അന്ന് പണ്ട് സീനായി മലയിൽ വെച്ച് ദൈവം മോശയെ വിളിച്ചു, ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. മോശ സീനായി മലയിൽ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോയി. 40 രാവും 40 പകലും കഴിഞ്ഞിട്ടേ മോശ താഴോട്ട് വരുന്നുള്ളൂ. അവിടെ പർവ്വതം കാളി കത്തുകയായിരുന്നു.
നിത്യനായ ദൈവം സീനായി ഇറങ്ങിയ സമയത്ത് പർവ്വതം ഇങ്ങനെ ആളിപ്പടർന്ന് കത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മോശ കാഴ്ച കണ്ട് അമ്പരന്ന് നിന്നു. മോശയുടെ കണ്ണ് മാറി, കണ്ണിൻ്റെ ആ കാഴ്ച തന്നെ മാറിക്കഴിഞ്ഞു. മോശയുടെ മുഖത്തേക്ക് ആർക്കും നോക്കാൻ വയ്യാത്തതിൽ തേജസ്സായി കഴിഞ്ഞു. മോശയുടെ ശരീരം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് പിന്നെ താഴോട്ട് വന്നപ്പോൾ മോശയെ കാണുന്നവർക്ക് കാണാൻ വയ്യ, അവരുടെ കണ്ണ് അഞ്ചിപ്പോകുന്നവർ. അതുകൊണ്ട് മോശ ഒരു മൂടുകൂടെ ഇട്ടുകൊണ്ട് നിന്നു. അത്ര തേജോമയമായ സ്ഥലത്തേക്കാണ് മോശ എന്നത്. മോശയെ ദൈവം വിളിച്ചു, ഉയരത്തേക്ക് കൊണ്ടുപോയി കൽപ്പലകളിൽ എഴുതി കൊടുത്തു ന്യായപൂർണ്ണ കൽപ്പനകൾ. പർവ്വതം കാളിക്കത്തുകയായിരുന്നാണ് വേദവസ്തം പറയുന്നത്. ആളിക്കത്തുന്നതായിരിക്കും. പർവ്വതം കാളിക്കത്തുകയായിരുന്നു. ഇടിമുഴക്കം പുറപ്പെടുന്നു, വലിയ ശബ്ദം, ഞെട്ടിപ്പിക്കുന്ന ശബ്ദം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എപ്പോഴും ഈ ആഘോഷത്തിൻ്റെ ശബ്ദം, സ്തുതിഗീതങ്ങളുടെ ശബ്ദം, ദൈവത്തെ ആരാധിക്കുന്ന ശബ്ദം, അത് മധുരതരമായ ശബ്ദമാണ്. യെശയ്യാവ് ആ ദർശനം കണ്ടു. യെശയ്യാവിൻ്റെ ദർശനം 6-ാം അധ്യായത്തിൽ കാണാം. യെശയ്യാവ് കണ്ടു ദർശനം. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണ് നടക്കുന്നത്, തേജസ് എങ്ങനെയാണ് യെശയ്യാവ് കണ്ടു. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. യെശയ്യാവ് ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. വസ്ത്രത്തിൻ്റെ പ്രകാശമാ ദേവാലയത്തെ മുഴുവൻ മന്ദിരത്തെ നിറച്ച പ്രകാശമായിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ശ്രാപ്യമാലാഖമാര് നിത്യനായ ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 6 ചിറകുള്ള ശ്രാപ്യമാലാഖമാരാണ് ചെന്ന് നിന്നത്. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 ചിറകുകൊണ്ട് കാല് മൂടി, 2 കൊണ്ട് പറന്നു. 2 ചിറകുകൊണ്ട് പറന്നു. ഈ മാലാഖമാര് 2 ചിറകുകൊണ്ട് മുഖം മൂടിയതിന് കാരണം ആ സ്വർഗീയ പ്രകാശത്തിന് മുമ്പിൽ നിൽക്കുവാൻ വയ്യാതെ വണ്ണം നോക്കാൻ 2 മുഖം മൂടിക്കൊണ്ട് നിന്നു. 2 ചിറകുകൊണ്ട് പറന്നു നിന്നു. 2 ചിറകുകൊണ്ട് കാൽ മൂടി. അതെന്തിനായിരിക്കാം കാൽ മൂടിയത്? മാലാഖമാരുടെ കാലാണ് മൂടിയത്, ചിറകുകൊണ്ട് മൂടിയത്. അവർ സ്വയം ഒതുങ്ങുകയാണ്, അവർ തന്നെ ഒതുക്കുകയാണ്, തന്നെത്താൻ ഒളിക്കുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് നോക്കുന്ന മനുഷ്യൻ മാലാഖമാരുടെ കാൽ കണ്ട്, തേജസ്സണിഞ്ഞ മാലാഖമാരെ കണ്ട് മാലാഖമാരിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ മാലാഖമാർ 2 ചിറകുകൊണ്ട് കാല് മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്നു, 2 ചിറകുകൊണ്ട് മുഖം മറച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധി നിൽക്കാൻ ഭയമായതുകൊണ്ട് മുഖം മറച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നിത്യനായ ദൈവത്തെയാണ് നാം അപ്പ എന്ന് വിളിക്കുന്നത്. അതറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് പുളകം കൊള്ളുന്നത്. നിത്യനായ ദൈവം, തേജോമയനായ ദൈവം, ആർക്കും അടുത്തുവിടാൻ പാടില്ലാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനായ ദൈവം, കുറവേ മലകുമാർ വിറയലോടെ ആരാധിക്കുന്ന ദൈവം, ക്രോപകൾ അതിഭയത്തോടെ ആരാധിക്കുന്ന ദൈവം, ശ്രോപ്യമലകുമാർ ഭയത്തോടും വിറയലോടും കൂടി ആരാധിക്കുന്ന ദൈവം, സ്വർഗീയ സേനകൾ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന നിത്യനായ ദൈവം, തേജസ്സണിഞ്ഞ മഹാപ്രതിഭയായ ദൈവം, മഹാപ്രഭയാകുന്ന ദൈവം, ആ ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്ന അപ്പ എന്ന് വിളിക്കുന്നത്. എന്തൊരു വലിയ പദവിയാണ് നമുക്ക് കിട്ടിയത്, ഭൂമിയിലെ മനുഷ്യൻ കിട്ടുന്ന പദവി. പ്രിയപ്പെട്ടവരെ, യെശയ്യാവ് ആ ദർശനം കണ്ടു. യെശയ്യാവ് ആ ദർശനം കണ്ടപ്പോൾ അമ്പരന്ന് പോയി. അപ്പോൾ എന്താ ഉണ്ടായത്? ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. മാലാഖമാർ പരസ്പരം ആർത്ത് പറയുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ആഘോഷിച്ച് പറയുന്നു. ആ ശബ്ദം കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുന്നു, പിന്നെ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിപ്പോയി. ആ ശബ്ദം കേട്ട് ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യെശയ്യാവ് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. മഹാവലിയ കാഴ്ച കണ്ടപ്പോൾ യെശയ്യാവ് സ്വയം താണു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? എൻ്റെ ദൈവമേ, എനിക്ക് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലല്ലോ, ഈ മരണത്തിനധീനമായ ശരീരമാണല്ലോ എനിക്കുള്ളത്. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ സ്ഥിതി എത്രയോ നിസ്സാരം. ഒന്ന് വായിക്കൂ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. കർത്താവ്, ഇത്രയും നാൾ ഞാൻ പ്രവചനം പറഞ്ഞു, പക്ഷേ ശുദ്ധിയില്ലാത്ത അധരം കൊണ്ടാണ് പറഞ്ഞത്. ഇത്രയും കാലം ഞാൻ പ്രവചിച്ചു. യെശയ്യാവ് 6-ാം അധ്യായം വരെയും പ്രവാചകനാണ് പ്രവചിച്ചു. അതോ വളരെ ഗൗരവമേറിയ പ്രവചനങ്ങളാണ് തന്നത്. ആ പ്രവചനങ്ങളെല്ലാം പറഞ്ഞ നാവ് കൊണ്ട് ഈ യെശയ്യാവ് ഇപ്പോൾ അയ്യോ ഞാൻ നശിച്ചു പോയല്ലോ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ഞാൻ കണ്ടുപോയല്ലോ,
ഞാൻ അശുദ്ധൻ, തന്നെത്താൻ കാണുകയാണ്, തന്നെത്താൻ കാണുന്നു. ദൈവത്തെ കാണുമ്പോൾ തന്നെത്താൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. മഹത്വപൂർണ്ണമായ തേജസ് കാണുമ്പോൾ നമ്മെ തന്നെ കാണുന്നു. നമ്മെ തന്നെ കണ്ടുകൊണ്ട് നാം എളിവപ്പെടുന്നു. എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിനടുവിൽ ഞാൻ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യയുടെ ദൈവമായ ഹോയ രാജാവിനെ കണ്ടുവല്ലോ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ തന്നെ സമർപ്പിക്കൂ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിത്യജീവൻ്റെ ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് എഴുന്നേൽപ്പാൻ തക്കവണ്ണം കർത്താവേ, അവിടുത്തെ സ്ഥിരമുദ്ര ഞങ്ങളുടെ മേലൊന്ന് പതിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശടയാളമിട്ട് ഞങ്ങളെ വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്കത്താൽ ഞങ്ങളെ മുദ്രയിട്ട് വേർതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിൻ്റെ ഇടയിലേക്ക് എത്തുവാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഞങ്ങളെ അവിടുന്ന് വിളിച്ചടുപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾ കടാക്ഷിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.